السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. സത്യവിശ്വാസിയായ മനുഷ്യരെപ്പോഴും അവൻ ആത്മീയമായ ചിന്തയുള്ളവനായിരിക്കണം. ഒരിക്കലും പൈശാചികതയുടെ പിന്നാലെ പോകുന്നവനാവരുത്. അതവൻ്റെ നാശത്തിലേക്കായിരിക്കും അവനെ നയിക്കുക. അതുകൊണ്ട് തന്നെ എപ്പോഴും പൈശാചികതയോട് എതിരിട്ട് അവനോട് പടപൊരുതി നന്മയിലായി നല്ല മനസ്സോടെ നല്ല പ്രവർത്തനങ്ങളിലൂടെ നല്ല കാഴ്ചകളിലൂടെ നല്ല വാക്കുകളിലൂടെയുള്ള ജീവിതമായിരിക്കണം വിശ്വാസി നയിക്കേണ്ടത്. അതിന് വിഘാതമാകുന്ന ഒരു പ്രവർത്തനങ്ങളിലും അവൻ ഭാഗമാക്കാൻ പാടില്ല എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിരവധി ഹദീസുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെയും നമ്മോട് അതാണല്ലോ പറഞ്ഞത്, പിശാചിന്റെ വഴി നിങ്ങൾ ഒരിക്കലും പിന്തുടരരുത്, അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണെന്ന് ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ നമ്മോട് പറയുന്നുണ്ട്. നമ്മുടെയൊക്കെ നാടുകളിൽ നമ്മുടെയൊക്കെ വീടുകളിൽ നടക്കുന്ന DJ പാർട്ടി അടക്കമുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ പൈശാചികമാണ് എന്ന് പറയേണ്ടതില്ല. കാരണം മനുഷ്യനെ നന്മയിൽ നിന്നും അകറ്റി തിന്മയിലേക്ക്, വേണ്ടാവൃത്തിയിലേക്ക്, വേണ്ടാത്ത ചിന്തകളിലേക്ക് മനുഷ്യനെ നയിക്കുന്ന ഒന്നാണ് ഇത്തരം പാട്ടും കൂത്തും എന്നുള്ളതിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് വിശ്വാസി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഇമാം നസായി ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മി സലമ റളിയല്ലാഹു അൻഹയിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ലാ തദ്ഖുൽ മലായികതു ഫീഹി ജുൽജുലുൻ വലാ ജറസുൻ. അതേ വാദ്യോപകരണങ്ങളുള്ള വീടുകളിലേക്ക് അല്ലാഹുവിൻ്റെ റഹ്മത്തിൻ്റെ കാരുണ്യത്തിൻ്റെ മലക്കുകൾ, അതുപോലെ തന്നെ മുഅ്മിനീങ്ങളായ ആളുകൾക്ക്, വിശ്വാസികൾക്ക് പാപമോചനം തേടുന്ന മലക്കുകൾ പ്രവേശിക്കുകയില്ല. അവരുടെ ആ പാപമോചനത്തേട്ടം ഇത്തരം ആളുകൾക്ക് ലഭിക്കുകയില്ല എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതുപോലെ തന്നെ പാട്ടും കൂത്തും ഡാൻസുമൊക്കെയായി DJ പാർട്ടികളുമായി നടത്തുന്ന ഉല്ലാസയാത്രകൾ, ഇതെല്ലാം മനുഷ്യനെ ഒരിക്കലും നന്മയിലേക്ക് നയിക്കുകയില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമ്മുടെ മക്കളെ അതൊക്കെ തിന്മയിലേക്ക്, വേണ്ടാത്ത ചിന്തകളിലേക്കായിരിക്കും എത്തിക്കുക. അതുകൊണ്ട് തന്നെ അത്തരം യാത്രകളിലും റഹ്മത്തിൻ്റെ മലായികത്തിൻ്റെ സാന്നിധ്യം ലഭിക്കുകയില്ല. അവരുടെ കാരുണ്യം, അവരുടെ ഇസ്തിഗ്ഫാർ തേട്ടം, പാപമോചന തേട്ടം അത്തരം ആളുകൾക്ക് ലഭിക്കുകയില്ല എന്നും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വലാ തുസ്ഹബുൽ മലായികത്തു റഫഖതൻ ഫീഹാ ജറസുൻ. അതേ വാദ്യോപകരണങ്ങളൊക്കെ ഓടുകൂടിയിട്ടുള്ള DJ പാർട്ടിയോട് കൂടിയിട്ടുള്ള ഇത്തരം യാത്രകളിലും റഹ്മത്തിൻ്റെ മലായികത്തിൻ്റെ സഹവാസം, സാന്നിധ്യം ലഭിക്കുകയില്ല എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ നാം എപ്പോഴും ആത്മീയമായി ചിന്തിക്കുന്നവരും ആത്മീയമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കഴിയുന്നവരുമായിരിക്കണം. നമ്മെ തിന്മയിലേക്ക് നയിക്കുന്ന പിശാചിൻ്റെ ഇത്തരം ഷർറുകളിൽ നിന്ന്, ഇത്തരം കുതന്ത്രങ്ങളിൽ നിന്ന് നാം നമ്മുടെ മക്കളെ അടക്കം സംരക്ഷിക്കുക എന്നുള്ളത് വിശ്വാസിയുടെ ബാധ്യതയാണ്. അല്ലാഹു തആല അവൻ്റെ പൊരുത്തത്തിലായി, അവൻ്റെ ഇഷ്ടത്തിലായി ജീവിച്ച് ഈമാനോടെ മരിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.